ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തർക്കിക്കാത്തത് പെന്തക്കോസ്തുകാരോടാണ്. ഞാൻ ഒത്തിരി ഇടപഴകിയിട്ടുണ്ട്. വീടിനടുത്തൊക്കെ ഒത്തിരി പെന്തക്കോസ്തുകാരുണ്ട്. പല പ്രാവശ്യം സംസാരിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ ഞാൻ ഒരിക്കൽ പോലും നിന്നിട്ടില്ല. ഉത്തരം കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, മറിച്ച് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പണ്ടെന്നോ പലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒഴിഞ്ഞ കുടത്തിൽ വെള്ളം ഒഴിച്ചാലേ അത് നിറയത്തുള്ളൂ, നിറകുടത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ആരങ്ങനെയാണ്. കാര്യങ്ങളൊന്നും അറിയാൻ ആഗ്രഹിച്ചല്ല സംസാരിക്കുന്ന പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ തർക്കങ്ങളിലൊക്കെ എന്താണ് സത്യമെന്ന് തിരിച്ചറിയാനുള്ളൊരു തുറവിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും തർക്കിക്കാൻ നിന്ന് കൊടുക്കാറില്ല. അതൊരു വേസ്റ്റ് ഓഫ് ടൈമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇന്ന് ഗോസ്പലിൽ യേശുവിൻ്റെ മനോഭാവം ഒരുപക്ഷെ വളരെ മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫരിസേയർ വരികയാണ്. ഫരിസേയർ വരുമ്പോൾ അവരുടെ ലക്ഷ്യം യേശുവിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനൊന്നുമല്ല, തർക്കിക്കാനാണ്. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊരു ചിന്തയുണ്ട്. പക്ഷേ യേശുവിന് ചുറ്റും വലിയ ജനക്കൂട്ടമുണ്ട്. അവർക്ക് യേശുവിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. യേശുവിൻ്റെ അത്ഭുതങ്ങൾ അവർക്ക് വേണം, അടയാളങ്ങൾ വേണം. ഇങ്ങനെ യേശുവിന് മുമ്പിൽ തടിച്ചുകൂടിയ ഒരു ജനത്തിന് യേശുവിനെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു പുതിയ കാര്യങ്ങൾ അറിയാൻ, പുതിയ അനുഭവം കിട്ടാൻ. പക്ഷെ ഫരിസേയർ വന്നത് ഈ പുതിയ അറിവിനോ പുതിയ അനുഭവത്തിനോ അല്ല, തർക്കിക്കാനാണ്. എന്നിട്ട് അവരെന്ന് പറയുന്നത്, നീ ഒരു അടയാളം കാണിക്ക്, ഈ അടയാളം കാണിച്ച് നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. ഇതാദ്യമൊന്നല്ലോ, ഇതിനു മുമ്പ് ഇതേപോലൊരു സംഭവം യേശുവിനുണ്ടായിട്ടുണ്ട്. അത് പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിലാണ്. പിശാച് യേശുവിനെ പ്രലോഭിപ്പിച്ചു. ഇപ്പോഴും പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അടയാളങ്ങളെ കാണിക്ക്. കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞു, ഗോപുരത്തിന് മുകളിൽ നിർത്തി ചാടാൻ പറഞ്ഞു, ഒരു മലയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതെല്ലാം നിനക്ക് തരാം, എന്നെ സാഷ്ടാംഗം പ്രണമിക്കുമെന്ന് പറഞ്ഞു. പരീക്ഷണങ്ങളാണ്. ഇതേപോലെയാണ് പിന്നീട് ഫരിസേയർ എന്ന് പറയുന്നത്, നീ ഒരു അടയാളം കാണിക്ക്. യേശു ചെയ്തില്ല. എനിക്ക് തോന്നുന്നു യേശുവിന് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നിറകുടത്തിലൊന്നും വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. യേശുവിന് മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മനോഭാവം തുറവിയാണ്. ഞാനല്ല, നീയാണ് വലുത് എന്നൊരു ചിന്തയാണ്. അങ്ങനെ ഇല്ലാത്തടത്തൊന്നും യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല, അടയാളങ്ങളും ചെയ്തിട്ടില്ല. സുവിശേഷത്തിൽ എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കിയേ, ഓരോ മനുഷ്യരും അവരവരുടെ ഈഗോയെ വിട്ട് അവൻ്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ചെടുത്താണ് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. ജൈറോസിൻ്റെ മകൾക്കായിക്കൊള്ളട്ടെ, അത്ഭുതങ്ങൾ സംഭവിച്ച നിരവധി മനുഷ്യർക്കായിക്കൊള്ളട്ടെ, ആർക്കൊക്കെ ആണെങ്കിലും വന്നവരെല്ലാവരും അവരവരുടേതായ ഈഗോയെ നഷ്ടപ്പെടുത്തി വന്നവർക്ക് വലിയ അത്ഭുതങ്ങളുടെ കഥ പിന്നീട് പറയാനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിനെ അനുദിനം സമീപിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാനല്ല കർത്താവേ, നീയാണ് എന്നൊരു ചിന്തയാണ്. എൻ്റേതായ ഇഷ്ടങ്ങളോ എൻ്റേതായ ആഗ്രഹങ്ങളോ എൻ്റേതായ സ്വപ്നങ്ങളോ എനിക്ക് വേണ്ട, നിൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ ആഗ്രഹങ്ങളും നിൻ്റെ സ്വപ്നങ്ങളും എന്നിൽ നിറവേറട്ടെ എന്ന് ചിന്തിക്കാനുള്ളൊരു തുറവി. അതാണ് വലിയ വലിയ അത്ഭുതങ്ങൾക്കും വലിയ വലിയ ജീവിതത്തിൻ്റെ ഇടപെടലുകൾക്കും കാരണമായിട്ടുള്ളത്. അങ്ങനെയല്ലാത്ത മനുഷ്യരോടൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ലാന്ന് ക്രിസ്തുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് വളരെ നൈസായിട്ട് ക്രിസ്തു അവരെ അവോയ്ഡ് ചെയ്തു. അവരെ മാത്രമല്ല, ഈ തലമുറയോട് തന്നെ അടയാളം നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തുറവിയോടുകൂടി ആരൊക്കെ ക്രിസ്തുവിന് മുമ്പിൽ വന്നിട്ടുണ്ടോ, എൻ്റേതായ ഇഷ്ടങ്ങളും എൻ്റേതായ ഈഗോ വിട്ട് ആരൊക്കെ ക്രിസ്തുവിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും അത്ഭുതത്തിൻ്റെയും പുതിയ അനുഭവത്തിൻ്റെയും കഥകളുണ്ടാകും. അല്ലാത്തവർക്ക് ക്രിസ്തു അപ്പോഴും അപരിചിതൻ തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കനൽ പാതയിലെൻ്റെ സാമീപ്യമായി, ഇരുളതിലെൻ വെളിച്ചമായി, നീ മാത്രമെന്നെന്നും എൻ യേശുവേ, ആശ്രയം എന്നെന്നും
ബലഹീനമാകും വേളകളിൽ ബലമായി നീ മാത്രം എൻ കാതലേ. എരിതീയിലെരിയും അവസ്ഥയിൽ സാമീപ്യം നീ മാത്രം എൻ കർത്തനേ. നീ മാത്രം എൻ കർത്തനേ. നീ മാത്രം എൻ കർത്തനേ. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ മനമേറെ നീറുന്ന യാമങ്ങളിൽ. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ മനമേറെ നീറുന്ന യാമങ്ങളിൽ. കലങ്ങിടാതെ നോതും തിരുസാന്നിധ്യം എൻ കണ്ണീർ തുടയ്ക്കുന്നതാ. നീ മാത്രമെൻ കർത്തനേ. നീ മാത്രമെൻ കർത്തനേ. മരുഭൂമിയിലൻ നീരുറവായി മാറാ നടുവിലൻ മാധുര്യമായി കന